ചേട്ടന് എത്രയോളം പൊട്ടിയിട്ടും പണം കിട്ടുന്നുണ്ട്. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചില്? എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? ചേട്ടാ വേറെ ടോക്കാണ് പോണത്. പറയാൻ പറ്റില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. ആ രീതിയിൽ അവർക്ക് ഗുണമുണ്ടാവുന്നുണ്ടോ? അപ്പൊ എന്റെ പടം ഏതാ നഷ്ടമായിട്ടില്ല? എല്ലാരും വെളുപ്പിച്ചില്ലേ? നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണെന്ന് താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാന്ന് നോക്കണ എന്തിനാ? ഒരുപാട് പേരെ സ്വപ്നമാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കണ്ടൂടെ? അത്ര ഉള്ളു ചോദ്യം. ഉത്തരവ്. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരാ? അപ്പം തിന്നാ പോരെ, തന്റെ പേട്ട് തല കുഴിയിലിട്ട് നോക്കണോ? എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടൂടെ? അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? ആവശ്യമില്ലാത്ത ചോദ്യം. ചോദ്യം ഉത്തരം പറഞ്ഞാ പിന്നെയും ചോദ്യമോ? ഇന്റർവ്യൂനുണ്ടത്. ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താവണം എന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. യൂട്യൂബില് താഴെ ഇടുന്ന കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട്? അതിന് പറയാൻ എന്ത് പ്രൂഫ് ഉണ്ട്? അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത്. അതിനവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? നീ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ? അങ്ങനെ ഒരാളെ മാത്രം സംശയിച്ചാലോ? വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. നിന്റെ ആ വിരലെടുത്തിട്ട് മൂട്ടി തിരികട്ടെ, അപ്പുറത്തെ കാര്യം പോയിരിക്കടാ. എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങണി. ഇനി വിടുന്ന ആപ്പിലാവും.